പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, മണ്ഡല പുനർനിർണ്ണയം. ഇന്ത്യയെ ആകെ BJP ഇന്ത്യൻ പാർലമെൻറ്റിനെ ആകെ വിഴുങ്ങാൻ പോകുന്നു എന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണം നടത്തുകയും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നമ്മുടെ സ്റ്റാലിൻ്റെ കാർമ്മികത്വത്തിൽ, സ്റ്റാലിൻ എന്നുള്ള പേരിനോട് സി പി എമ്മിന് വളരെ വൈകാരികമായൊരു ബന്ധമുണ്ട്. കാരണം അവർ കരുതുന്നത് ഋഷിയിലെ സ്റ്റാലിൻ്റെ എളാപ്പാൻ്റെ മകനാണ് ഇവിടുത്തെ സ്റ്റാലിൻ എന്ന് എഴുതി നിൽക്കുക. തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ലെനിൻ എന്നൊക്കെ കേട്ടാൽ ഇവരെ രോമമൊക്കെ എണീറ്റ് നിൽക്കും, രോമം കമ്പിയാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. സ്റ്റാലിൻ്റെ നേതൃത്വം അംഗീകരിച്ച് നിൽക്കേണ്ട ഗതികേടിലേക്ക് ദേശീയ പാർട്ടിയായിട്ടുള്ള CPM എത്തിച്ചേർന്നു. കാലങ്ങളോളം ഇന്ത്യ ഭരിച്ചിരുന്ന നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിച്ചേർന്നു. ഒരു കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധിയുടെ സമയത്ത് ജയലളിതയായിട്ടായിരുന്നു ഇവരുടെ അലയൻസ് ഉണ്ടായിരുന്നത്. അന്ന് DMK മറുവശത്ത് കണ്ടവരാണ്. ഇന്ന് DMKയുടെ കാല് പിടിച്ചിങ്ങനെ നടക്കുകയാണ്, കാല് തിരുമ്മി നടക്കേണ്ടെന്ന ഗതികേട്ടിലെത്തി. എന്താണ് മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളുടെ അടിസ്ഥാന രാഹിത്യത്തെക്കുറിച്ചാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതേ ഇവർ അവിടെ എതിർക്കുന്ന അതേ മണ്ഡല പുനർനിർണ്ണയ പ്രകാരമുള്ള ഇംബാലൻസിങ് കേരളത്തിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തവരാണ് ഇടതുപക്ഷ സർക്കാരും അതേപോലെ തന്നെ CPM ഒക്കെ. അന്ന് അവർ എതിർത്തിട്ടില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിഭവങ്ങളുടെ നീതിപൂർവമായ വിതരണം അസാധ്യമാക്കുന്ന ഒന്നാണ് മണ്ഡല പുനർനിർണ്ണയം, അതിനടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതെന്തിനാണ് പിന്നീട് 2011 കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. നിയമസഭയിലേക്ക് അതിലേക്ക് ഞാൻ വരാം. ആർട്ടിക്കിൾ 82 പ്രകാരം ഭരണഘടനയിലെ അങ്ങനെയാണ് ഈ മണ്ഡല പുനർനിർണ്ണയം കാലാനുസൃതമായി സെൻസസ് അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ ജനസംഖ്യ അടിസ്ഥാനത്തിൽ സെൻസസ് എടുക്കുക, സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനസംഖ്യ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതാണ്. അവിടെ രാജ്യത്തെയാണ് കാണുന്നത്. സംസ്ഥാനങ്ങളിലാണെങ്കിൽ സംസ്ഥാനത്തെയാണ് കാണുന്നത്, അല്ലാതെ ഒരു ജില്ലയെ വേറിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു മേഖലയെ വേറിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് നാനാത്വത്തിൽ ഏകത്വത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇവർ വിഭാഗീയതയുടെ വിത്ത് വാങ്ങുന്നത് എന്നുള്ളതാണ്. ഈ മണ്ഡല പുനർനിർണ്ണയവുമായിട്ട് ഡെലിമിറ്റേഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നത് ആ കമ്മിറ്റി സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ചെയ്യുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതേപോലെ തന്നെ ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെല്ലാം ആ സമിതിക്കകത്ത് അംഗങ്ങളായിട്ടിരിക്കും. ഇത് ആദ്യമായിട്ട് നമ്മൾ മണ്ഡല പുനർനിർണ്ണയം നടത്തിയത് 1951 അന്ന് 36.1 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പോഴത്തെ 25% പോലും ഇല്ല. 36.1 കോടി എന്ന് പറയുമ്പോൾ അന്ന് 494 മണ്ഡലങ്ങളായി ലോക്സഭയിലെ മണ്ഡലങ്ങൾ, പാർലമെൻറ്റ് മണ്ഡലങ്ങൾ നിശ്ചയപ്പെടുത്തി. അതിനുശേഷം 61 വീണ്ടും 61 സെൻസസ് പ്രകാരം 63 വീണ്ടും മണ്ഡലം പുനർനിർണ്ണയം നടത്തി. ഡെലിമിറ്റേഷൻ കമ്മിറ്റി വെച്ച സജഷൻ അംഗീകരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കോടതിക്ക് പോലും ഇന്ത്യയിൽ ഒരു കോടതിക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഈ ഡെലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ശുപാർശകൾ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. അല്ല, 43.9 കോടിയായിട്ട് അന്നത്തേക്ക് ജനസംഖ്യ വർദ്ധിച്ചു. ഏകദേശം 13 കോടിക്ക് മുകളിൽ വർദ്ധിച്ചു. 10 വർഷം കൊണ്ട് ആ സമയത്ത് 522 മണ്ഡലങ്ങളായിട്ട് 26 മണ്ഡലങ്ങളുടെ വർധനമുണ്ടായി. ലോക്സഭാ മണ്ഡലങ്ങളുടെ 73 വീണ്ടും 10 വർഷം കഴിയുമ്പോൾ 73 വീണ്ടും മണ്ഡല പുനർനിർണ്ണയം നടത്തി. അപ്പോഴേക്കും ജനസംഖ്യ 54.8 കോടിയായി. 543 മണ്ഡലങ്ങളാണ് ആയിട്ട് നിശ്ചയിച്ചത്. അതായത് 10 വർഷ ഇടവേളയിൽ സെൻസസ് പ്രകാരം മണ്ഡല പുനർനിർണ്ണയം നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ 73 ശേഷം പിന്നീട് മണ്ഡല പുനർനിർണ്ണയം നടത്തിയിട്ടില്ല. 73 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 73, 83, 93, 2003, 2013, 2023 ഏകദേശം 52 വർഷങ്ങളായി അതവിടെ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇടക്കാലത്ത് വാജ്പേയി സർക്കാരെ കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷേ ആ സമയത്തേക്ക് ഈ ജനസംഖ്യാ നിയന്ത്രണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വന്നപ്പം അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 വർഷത്തേക്ക് ഫ്രീസ് ചെയ്യപ്പെട്ടു. അപ്പോഴാണ് ഇപ്പോൾ ചെന്നൈയിൽ സമ്മേളനം നടക്കുന്നത്. ഇവർ പറയുന്ന പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അതിനകത്തെ അടിസ്ഥാന രാഹിത്യത്തെക്കുറിച്ച്, അതിനകത്തെ ന്യായബോധമില്ലായ്മയെക്കുറിച്ച്, അതിനകത്തെ ഈ ഇല്ലോജിക്കലായിട്ടുള്ള വാദങ്ങളാണ് ഇവർ ഉയർത്തുന്നതിനെക്കുറിച്ച്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതിലേക്ക് വരുമ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഇവർ പറയുന്നത്, ഈ ഇന്ത്യ സഖ്യം പറയുന്നത് CPM-ഉം കോൺഗ്രസും ഇവിടെ തമ്മിലടിയാണെങ്കിലും കോൺഗ്രസും DMK-യും ഒക്കെ ചേർന്നിട്ടുള്ളവർ. ഇപ്പോൾ പിണറായി വിജയൻ അതിൽ പങ്കെടുത്തു, സ്റ്റാലിൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പങ്കെടുത്തു. രേവന്ത് റെഡ്ഡിയാൽ തോൽപ്പിക്കപ്പെട്ട നമ്മുടെ KT രാമറാവുവിൻ്റെ പാർട്ടിയും രാമറാവു തന്നെ അതിൽ പങ്കെടുത്തു. അതേപോലെ തന്നെ കർണാടകയിൽ നിന്ന് DK ശിവകുമാറാണ് പങ്കെടുത്തതെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സിദ്ധരാമയ്യ പങ്കെടുത്തിട്ടില്ല. കാരണം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നത് DK ശിവകുമാറാണ്. കാരണം അയാളുടെ അടുത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള, ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ് DK ശിവകുമാർ. ആ ആസ്തി ഉണ്ടാക്കിയ വഴികൾ ശരിയല്ലാത്തതുകൊണ്ട് ഇടക്കാലത്ത് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേ ഉള്ളൂ. അങ്ങനെ
അവർ പിന്നെ ഇപ്പോൾ പറയുന്നൊരു കാര്യം, പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തിട്ടുമില്ല. അത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായിരുന്നാലും അടുത്തത് പിന്നെ ഇവർ പറയുന്നത് ഈ ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം നിലവിലുള്ള 543 എന്ന് പറയുന്ന പിന്നെ സംഖ്യ വെച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു പിയിൽ നിലവിലുള്ള 80 സീറ്റ് 91 സീറ്റായിട്ട് വർദ്ധിക്കും. 11 സീറ്റിൻ്റെ വർധനവുണ്ടാവും. ബീഹാറിൽ നിലവിലുള്ള 40 സീറ്റ് 50 സീറ്റായിട്ട് വർദ്ധിക്കും. രാജസ്ഥാനിൽ നിലവിലുള്ളത് 26 മറ്റാണെന്ന് തോന്നുന്നു, 25, അത് 31 സീറ്റായിട്ട് വർദ്ധിക്കുമെന്ന് തുടങ്ങി ഒക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം പല സംസ്ഥാനങ്ങളും വർദ്ധിക്കുന്നു. പക്ഷേ ദക്ഷിണേന്ത്യയിൽ ജനസംഖ്യാ പെരുപ്പം പിന്നെ താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ പിന്നെ ദക്ഷിണേന്ത്യയ്ക്ക് ആ സീറ്റുകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇവരുടെ ആശങ്ക. അങ്ങനെ ദക്ഷിണേന്ത്യ പിന്നെ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയായിട്ട് രണ്ട് രീതിയിലുള്ള വേറുകൃത്യം, രണ്ട് രീതിയിലുള്ള വിഭജനവാദം ഉണ്ടാക്കുന്നത്, വിഘടനവാദം ഉണ്ടാക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ദേശീയ ബോധമുള്ള ഒരു മനുഷ്യന്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിച്ച വാദമല്ല എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം പിന്നെ ഇപ്പോൾ ഗോവയിൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ ലക്ഷദ്വീപിൽ ജനസംഖ്യ നോക്കിയിട്ടാണോ സീറ്റ് കൊടുത്തത്? ലക്ഷദ്വീപിനൊരു സീറ്റുണ്ട്. PM സൗദ് ഒരുപാട് കാലങ്ങളായിട്ട് അവിടെ നിന്നിരുന്നതാണ്. ഇപ്പോൾ ഫൈസലാണ് അവിടെ നിന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ സീറ്റ് കുറവാണ്. നോർത്ത് ഈസ്റ്റിൽ പക്ഷേ പരിഗണന കിട്ടുന്നില്ലേ? ഇപ്പോൾ പോണ്ടിച്ചേരിക്ക്, പുതുച്ചേരിക്ക്, അപ്പോൾ അവർക്കൊക്കെ പരിഗണന കിട്ടുന്നില്ലേ? ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ നീതിപൂർവമായി വിതരണം ചെയ്യുക എന്നുള്ളത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഒക്കെ അവരിൽ അർപ്പിതമായിട്ടുള്ള കടമയാണ്. വേറുകൃത്യങ്ങളില്ലാതെ, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ അങ്ങനെ ചെയ്യുക എന്നുള്ളത്. മുമ്പിൽ ഈ രാജ്യത്തിൻ്റെ വികസനം, ഇവിടുത്തെ ഓരോ മനുഷ്യൻ്റെയും വികസനത്തിലൂടെ പൂർണ്ണമാവുകയുള്ളൂ. ഏറ്റവും ദുർബലനായ അവസാനത്തെ മനുഷ്യനും ശക്തനായി തീരുമ്പോഴും അവന് സ്വയം പര്യാപ്തനാവുമ്പോഴും മാത്രമാണ് രാജ്യം വികസിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ വികസിക്കണമെങ്കിൽ ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ആളോഹി വരുമാനത്തിൽ വലിയ വർധനമുണ്ടാവണം. എന്തായിരുന്നല്ലോ പോട്ടെ, അതെല്ലാം നമ്മുടെ വിഷയം. ഇപ്പോൾ ഇവർ പറയുന്ന വേറെ കാര്യം, അവിടെ MPമാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അവിടെ MP ഫണ്ട് കൂടും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ MLAമാരുടെ വിഷയത്തിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. ഈ 2008 കേരളത്തിലെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അത് പ്രകാരം മണ്ഡല പുനർനിർണ്ണയം നടത്തുകയും അങ്ങനെ പുനർനിർണ്ണയിക്കപ്പെട്ട മണ്ഡലങ്ങളിലാണ് 140 മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തിയില്ല. പക്ഷേ ജനസംഖ്യ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുത്തി. അങ്ങനെ ഘടനയിൽ വ്യത്യാസം വരുത്തിയപ്പം തെക്കൻ ജില്ലകളിൽ പല മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടു. പത്തനംതിട്ടയ്ക്കും പിന്നെ കോട്ടയത്തിനൊക്കെ നഷ്ടമുണ്ടായി. അങ്ങനെയുള്ള തൃശ്ശൂർ അങ്ങനെയുള്ള ജില്ലകൾക്ക് നഷ്ടമുണ്ടായി. പക്ഷേ ആ നഷ്ടം ഇപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ 12 സീറ്റ് ഉണ്ടായിരുന്നു, 16 സീറ്റായിട്ട് വർദ്ധിച്ചു. 2006 തെരഞ്ഞെടുപ്പ് വരെ കാലങ്ങളായി 12 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നത് 16 നിയമസഭാ മണ്ഡലങ്ങളായിട്ട് വർദ്ധിച്ചു. ആ 4 ഇവിടെ വർദ്ധിക്കുമ്പോൾ അപ്പുറത്ത് 4 കുറഞ്ഞു. ഇംബാലൻസിങ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അന്ന് കോട്ടയം ജില്ലക്കാരനോ പത്തനംതിട്ട ജില്ലക്കാരനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഒന്നും ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രാദേശികവാദത്തിൻ്റെയോ അടിസ്ഥാനത്തിലൊരു വാദവുമായിട്ട് വന്നില്ല. ഞങ്ങളുടെ MLAയുടെ എണ്ണം കുറയുമ്പം ഇവിടെ വികസന ഫണ്ട് കുറഞ്ഞു എന്നും പിന്നെ മലപ്പുറത്ത് വികസന ഫണ്ട് 4 MLAമാരുടെയും കൂടി എണ്ണം കൂടുമ്പോൾ, അതായത് പിന്നെ അവിടെ പിന്നെ 3:1 എന്നുള്ള റേഷ്യോയിലാണ് അവിടെ മണ്ഡലം കൂടിയത്. 3-4 12 സീറ്റ് ഉണ്ടായിരുന്നു, അത് 4-16 മാറി. അതായത് അങ്ങനെയാണ് കണക്കൂട്ടുണ്ട്. 75% ഉണ്ടായിരുന്നു, 100% മാറുന്നു, അങ്ങനെയാണ് കണക്കൂട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ രീതിയിലുള്ള 3 മണ്ഡലങ്ങൾക്ക് ഒരു മണ്ഡലം വെച്ച് കൂടി എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പം അവിടെ ആ ഒരു ഇംബാലൻസിങ് ഉണ്ട് എന്ന് പിന്നെ നീതിപൂർവമല്ല എന്നുള്ളൊരു വാദം ഇവരാരും ഉന്നയിച്ചിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിണ്ടിയിട്ടില്ല, CPM മിണ്ടിയിട്ടില്ല, ഇവിടെ ഒരു പാർട്ടിയും മിണ്ടിയിട്ടില്ല. ലീഗ് പിന്നെ മിണ്ടേണ്ട ആവശ്യമില്ല. കാരണം മലപ്പുറം ജില്ലയിൽ 4 സീറ്റ് വർദ്ധിച്ചപ്പോൾ 4 സീറ്റ് അവർക്കാണ് കിട്ടിയത്. അങ്ങനെയുണ്ട്. പ്രാദേശിക വികസന ഫണ്ട് അവിടെ കൂടുതൽ കിട്ടുന്നു. 5 കോടി ഒരു MLAക്ക് ഉണ്ട്, 20 കോടി അവിടെ കൂടുതൽ കിട്ടുന്നു. ആ 20 കോടി ഇപ്പുറത്ത് കുറഞ്ഞു തെക്കൻ ജില്ലകളിൽ എന്നുള്ള വാദം ആരും ഉന്നയിച്ചിട്ടില്ലല്ലോ. നീതിപൂർവമായ മണ്ഡല പുനർനിർണ്ണയമല്ല എന്ന വാദം ആരും ഉന്നയിച്ചിട്ടില്ലല്ലോ. തെക്കൻ ജില്ലകളിലെ മണ്ഡലം കുറച്ചിട്ട് മലപ്പുറം ജില്ലയ്ക്ക് കൂടുതൽ മണ്ഡലം കൊടുത്തു എന്ന വാദം ആരും ഉന്നയിച്ചില്ലല്ലോ. പിന്നെന്തിനാ ഈ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ പറയുന്നത്? പിന്നെന്തിനാ UP കണക്ക് പറയണേ? അവിടെ അന്ന് പത്തനംതിട്ട ജില്ലയിൽ ജനസംഖ്യാ നിയന്ത്രണം ഞങ്ങൾ നടപ്പിലാക്കിയുകൊണ്ട് ഞങ്ങൾക്ക് മണ്ഡലം നഷ്ടപ്പെട്ടു. ഞങ്ങൾ പിന്നെ ഈ അശാസ്ത്രീയമായ മാർഗ്ഗങ്ങളിലൂടെ പോകാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന് ഇപ്പോൾ തമിഴ്നാട് ചോദിക്കുന്ന മാതിരിയുള്ള ചോദ്യം അന്ന് പത്തനംതിട്ടക്കാരൻ ചോദിച്ചിട്ടില്ലല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടി ചോദിച്ചിട്ടില്ലല്ലോ, പ്രാദേശികമായ വാദം ഉയർന്നു വന്നിട്ടില്ലല്ലോ. അപ്പോഴാണ് ഇപ്പോൾ ഇവർ ഇല്ലോജിക്കലായിട്ടുള്ള വാദമായിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ന്യായബോധവും ഇല്ലാതെ ഇവിടെ ഒരു നിയമം അവിടെ വേറെ നിയമം, അങ്ങനെയൊന്നുമില്ല. രാജ്യത്തെ ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡലം പിന്നെ നിർണ്ണയിക്കാൻ മുമ്പ് തീരുമാനിച്ചിട്ടുള്ളതാണ്. അല്ലാതെ നരേന്ദ്രമോദി ജനിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചിട്ടുള്ള സാധനവും. അതിൻ്റെ പിന്നെ BJP കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ ഇവർ പറയുന്നു UP, ബീഹാർ, ഇതൊക്കെ പിന്നെ രാജസ്ഥാൻ, ഇതൊക്കെ BJPക്ക് കിട്ടാൻ പോണ സ്റ്റേറ്റാണ്. അതായത് ഇവർക്ക് പ്രതീക്ഷയില്ല ഇപ്പോഴേ. ഞങ്ങൾ നന്നാവും ഉദ്ദേശമില്ല. ഞങ്ങൾ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ പിന്നെ UPയിലോ ഇവിടെ ഒന്നും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല.
ഞങ്ങൾക്ക് അവിടെ അടുത്ത 10 കൊല്ലം കഴിഞ്ഞാലും ഞങ്ങൾക്കവിടെ പ്രതീക്ഷയില്ല എന്നാണ് ഇവർ എഴുതി തള്ളുന്നത്. സ്വയം പറയുകയാണ് ഇപ്പോഴേ തെരഞ്ഞെടുപ്പ് നടക്കാൻ വർഷങ്ങൾ ബാക്കി നിൽക്കുക ഇപ്പോഴേ പരാജയം സമ്മതിക്കുക. ഇനി 2029 തെരഞ്ഞെടുപ്പ്, 4 കൊല്ലം കൂടി ഉണ്ട്. 4 കൊല്ലം കൊണ്ട് ഞങ്ങളവിടെ തിരിച്ചു വരുമെന്നല്ല, മണ്ഡലം എത്ര വേണമെങ്കിലും കൂട്ടട്ടെ, ഞങ്ങളവിടെ തിരിച്ചു വരും എന്ന ആത്മവിശ്വാസം ഇപ്പോഴും ഇല്ല. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഞങ്ങൾ തോക്കും, കാരണം ഞങ്ങൾ ഇത്രയും കാലം കാണിച്ചു കൂട്ടിയത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് ഞങ്ങളെ വെറുത്ത് കഴിഞ്ഞിരിക്കുന്നത് എന്ന ആത്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ മറ്റൊരു സാധ്യതയുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കേന്ദ്ര ഗവൺമെൻറ് അവസാന വജ്രായുധം അറ്റ കൈക്ക് അവർ പുറത്തെടുക്കും. മൊത്തം 888 സീറ്റാണ് പുതിയ പാർലമെൻറ്റിലുള്ളത്. അത് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് വളരെ വിഷണറി ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണത്. അപ്പം അതിലെ വാസ്തുശില്പകരമായിട്ടുള്ള പ്രത്യേകതകളല്ല, സീറ്റിംഗ് കപ്പാസിറ്റി 543 MPമാർക്ക് ഇരിക്കാൻ 888 സീറ്റ് എന്ന് പറഞ്ഞാൽ, ഇനി ഇവരങ്ങനെ എതിർക്കുകയാണെങ്കിൽ തന്നെ ഇവിടുത്തെ സീറ്റുകൾ നിലവിലുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തുകയും പക്ഷേ അപ്പുറത്ത് ജനസംഖ്യ അനുപാതികമായി മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴും സീറ്റ് കൂടും. പിന്നെ ഇവർ പറഞ്ഞ പോലെ എഴുതി തള്ളി തീരെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ BJP തന്നെ അധികാരത്തിൽ വരുന്നതിന് പിന്നെ തടസ്സം നിൽക്കണേ. പിന്നെ 2029 ഞങ്ങൾ വരുന്നുള്ളത് പറയരുത്. ഇപ്പോഴേ പറഞ്ഞു ഞങ്ങൾ തോറ്റു പോകാൻ പോവുകയാണ്, 2029 തോക്കും, 2034 തോക്കും എന്നൊക്കെയുള്ളത് 10 കൊല്ലം അടുത്ത 10 കൊല്ലത്തേക്ക് ഇനി ഞങ്ങൾ വരില്ല എന്നുള്ളത് സമ്മതിച്ചു കൊടുത്തു എന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ ഈ പാവപ്പെട്ട പ്രവർത്തകരെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തായിരുന്നാലും ഉത്തരേന്ത്യ അവർ ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നു എന്നാണ് ഇവർ തന്നെ മനസ്സിലാക്കുന്നത്. തെക്കേ ഇന്ത്യയിൽ മാത്രമല്ല ഈ വംശനാശം നേരിടുന്ന സിംഹവാലം പക്ഷിയെപ്പോലെ സൈലൻറ്റ് വാലിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. അതേപോലെ വംശനാശം നേരിടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി പ്രതിപക്ഷ പാർട്ടികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നതെന്ന് അവർ തന്നെ സമ്മതിക്കുന്ന ഈ സമയത്ത് ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്നു, ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ശുപാർശകൾ അല്ലെങ്കിൽ മണ്ഡല പുനർനിർണ്ണയവുമായിട്ട് ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾ അത് ഒഴിവാക്കേണ്ടതാണ്. അത് തികച്ചും സാംസ്കാരിക ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, ഒരു പൗരബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുയോജ്യമായ മാർഗമല്ല. CPM പോലെയുള്ള പാർട്ടികൾ, കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ, സ്റ്റാലിൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റാലിൻ എന്ന് പറയുന്നത് അവിടെ തമിഴ്നാട് മാത്രം നോക്കിയാൽ മതി, പ്രാദേശികവാദം, എപ്പോഴും തമിഴ് മാത്രം പഠിച്ചാൽ മതി, വേറൊരു ഭാഷയും പഠിക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാ, സങ്കുചിതമായിട്ടുള്ള ബോധത്തിന് അടിസ്ഥാനത്തിൽ നിൽക്കുന്നവർ. അവരെ പോലെയല്ല CPM പോലെയും കോൺഗ്രസിനെ പോലെയും ഒക്കെ ശോഷിച്ച് ചെറുതാണെങ്കിലും CPM കേരളത്തിൽ മാത്രമേ ഉള്ളെങ്കിലും പറയുമ്പോൾ ദേശീയ പാർട്ടിയാണല്ലോ, എല്ലാ സംസ്ഥാനങ്ങളിലും കുറച്ചെങ്കിലും പ്രവർത്തകരുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഉത്തരവാദിത്വം അവർ കാണിക്കേണ്ടതുണ്ട്. മറ്റേത് ഇത് BJPക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ നിയമമാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഉദാഹരണം പറഞ്ഞത്. അതല്ലെങ്കിൽ ഇവർ കാര്യം ചെയ്യണം, 2008 ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ശുപാർശകൾ ഫ്രീസ് ചെയ്തുകൊണ്ട് കേരളത്തിലും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. തെക്കൻ ജില്ലകളിൽ എടുത്തു കളഞ്ഞ മണ്ഡലങ്ങൾ പുനഃസ്ഥാപിക്കുകയും മലപ്പുറം ജില്ലയ്ക്ക് അധികമായി നൽകിയ 4 മണ്ഡലങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 2006 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് 7 സീറ്റാണ്, കോൺഗ്രസിന് 1 സീറ്റ്, ഇടതു മുന്നണിക്ക് 4 സീറ്റ്, 12 സീറ്റാണ് ഉണ്ടായിരുന്നത്. 12 16 വർദ്ധിപ്പിച്ചപ്പം മുസ്ലിം ലീഗിന് 7 എന്നുള്ളത് 11 മാറി. ആ 4 സീറ്റ് വർദ്ധിപ്പിച്ചത് മുസ്ലിം ലീഗിനാണ് കിട്ടിയത്. അതുകൊണ്ടാണ് പറഞ്ഞാൽ അവരിതിനെ എതിർക്കില്ല. 1 സീറ്റ് കോൺഗ്രസ്സിന്, ബാക്കി 4 സീറ്റ് ഇടതുപക്ഷത്തിന്. അതായത് 4 സീറ്റ് വർദ്ധിച്ചപ്പോഴും 12 നിന്ന് 16 വർദ്ധിച്ചപ്പോഴും ഇടതുപക്ഷത്തിന് ഒരു വർധനവും ഉണ്ടായില്ല. ആനുപാതികമായി ശതമാനം കണക്കനുസരിച്ച് അവർക്ക് അതിൽ 1 സീറ്റ് കിട്ടേണ്ടതാണ്. മുമ്പത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അത് കിട്ടിയിട്ടില്ല. അവർക്ക് 1 സീറ്റിലേറെ കിട്ടേണ്ടതാണ്, പക്ഷേ 1 സീറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, മുറിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായിരുന്നാലും വളരെ നിരർത്ഥകമായ വാദങ്ങളാണ്, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് ഇത്ര കണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധപ്പതിക്കാൻ പാടില്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ അധപ്പതിക്കാൻ പാടില്ല. DMK അധപ്പതിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, സങ്കുചിത താല്പര്യമാണ്. പക്ഷേ അതിൻ്റെ വഴിയെ അവർ കാണിച്ച് അവർ പറയുന്നത് കേട്ട് അതിൻ്റെ പുറകെ CPMനെയും കോൺഗ്രസിനെയും പോലെയുള്ള പാർട്ടികൾ പോകുന്നത് അവരുടെ നാശത്തിന് ഇടയാക്കൂ എന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.